വെല്ലുവിളികളും ചോദ്യങ്ങളും കൊണ്ട് യേശുവിൻ്റെ മുൻപിൽ നേരിട്ടൊരു ജനതയെ എത്ര ശ്രദ്ധയോടെയാണ് യേശു കൈകാര്യം ചെയ്തതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കും. പരിസയരും നിയമജ്ഞരും യേശുവിനോട് ഒരടയാളം ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും കാലം യേശു ചെയ്ത അത്ഭുതങ്ങളൊക്കെ ബെൽസബൂലിനെ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചവരാണ് ഇവരൊക്കെ. എന്നിട്ട് അവർ പറയാണ്, നിന്നെ വിശ്വസിക്കാനായിട്ട് നീ ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചതാ. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ചോദ്യമല്ല, ഇത് അറിയാനുള്ളൊരു ആഗ്രഹമല്ല, മറിച്ച് ഇത് വെല്ലുവിളിയുടെ ഒരു ചോദ്യമാണ്. എത്രയോ അത്ഭുതങ്ങൾ യേശു ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നവർ തന്നെ വീണ്ടും ഒരു അടയാളവും അത്ഭുതവും ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ അത്ഭുതങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് വെറുതെ ഒന്നും അങ്ങനെ ചെയ്യില്ല. മനുഷ്യരുടെ കണ്ണുനീരിന് മുമ്പിലും വേദനകളുടെ മുമ്പിലും അവൻ ചെയ്ത കരുണയുടെ പേരാണ് അത്ഭുതം. അങ്ങനെയാണെങ്കിൽ യേശു ആരുടെ മുമ്പിലും അവനെ തെളിയിക്കാൻ വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അത് പിശാചിൻ്റെ മുമ്പിലാണെങ്കിലും നിയമജ്ഞരുടെയും ഫരിസയരുടെ മുമ്പിലാണെങ്കിലും. ഇത് ഗോസ്പലിൽ യേശു നൽകുന്ന ഒരു ഉത്തരം ഇതാണ്: യോനയുടെ അടയാളം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെടുകയുള്ളൂ. എന്തായിരുന്നു യോനയുടെ അടയാളം? അതെല്ലാവർക്കും വ്യക്തമല്ലേ. 3 ദിവസം രാത്രിയും പകലുന്നില്ലാതെ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്ന യോന പ്രവാചകൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ട അടയാളങ്ങളൊക്കെ അത് ചെറുതാണ്. എന്നാൽ ഈ ഭൂമി കാണുന്നതിനപ്പുറമുള്ളൊരു അടയാളമുണ്ട്. അതാണ് മനുഷ്യപുത്രൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ഒരടയാളം. 3 നാൾ പാതാളങ്ങളിലായിരുന്ന അവൻ ജയഘോഷത്തോടെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരടയാളം. അന്ന് നിങ്ങൾ വിശ്വസിക്കും. അതാണ് ഏറ്റവും വലിയ അടയാളം. പ്രിയമുള്ളവരെ, അതായിരുന്നല്ലോ പിന്നീട് സംഭവിച്ചത്. നിങ്ങൾ ക്രൂശിൽ തറച്ച ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ പ്രഘോഷിച്ചത് ആ ഒരു ബലത്തിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന് ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ്. അങ്ങനെ തകർന്നടിഞ്ഞു പോയവനല്ല, മറിച്ച് ആ തകർച്ചയിൽ നിന്നും ജയഘോഷത്തോടെ ഉയർത്തെഴുന്നേറ്റവനാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ജീവിതത്തിൽ ചെറിയ ചെറിയ അത്ഭുതങ്ങൾക്ക് വേണ്ടിയൊന്നും നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകരുത്. ചില സമയങ്ങളിലൊക്കെ നമുക്കും ഒരു ഫരിസയരുടെയും നിയമജ്ഞരുടെയും മനോഭാവം ഉണ്ടാകാറില്ലേ? ഞങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാട്ടെന്നൊക്കെ പറഞ്ഞ് എത്രയോ അത്ഭുതങ്ങൾ കാരുണ്യവാനായ ദൈവം നമ്മുടെ മുമ്പിൽ ചെയ്തിട്ടും ഞങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാട്ടൂ എന്നൊക്കെ പറഞ്ഞ് ദൈവം പിന്നാലെ നാം പോകാറില്ലേ? ഓർക്കണം, ചില അത്ഭുതങ്ങളൊക്കെ അങ്ങനെ നൽകപ്പെടുകയില്ല. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് അവൻ നമ്മുടെ മുമ്പിൽ സജീവനായി ജീവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നീട് ഒരു അത്ഭുതത്തിൻ്റെയും ആവശ്യമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സദാ തിരുഭോജ്യമാകുമീ ബലിപീഠത്തിൽ തിരുവോസ്തിയിൽ നിന്നെ കാണുന്നു ഞാൻ. നീ എന്നകതാരിൽ എന്നാത്മം നീ മാത്രം. നീ എന്നകതാരിൽ എന്നാത്മം നീ മാത്രം.
പാപങ്ങളാൽ ഞാൻ തളർന്നൊരു നേരം നിൻ മുൻപിൽ കീഴും പാപിതാ നിൻ ദിവ്യ കൂദാശ